ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിന്റെ വരാൻ പോകുന്ന ഇനി ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന വമ്പൻ ടെസ്റ്റുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. ഇത്രയും കാലം ജലജ ചെയ്ത കൊടും പാതകങ്ങളും ചതികളും നമ്മുടെ മൂർത്തി മുത്തശ്ശനൊടുവിൽ തിരിച്ചറിയുകയാണ്. യഥാർത്ഥത്തിൽ അന്ന് നാഗേന്ദ്രനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ ആ മാലയുടെ കേസ് മാത്രമല്ല കേട്ടോ കാരണം. അതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തമായ നാഗേന്ദ്രന്റെ സ്വഭാവത്തെ പോലും മോശമായിട്ട് ചിത്രീകരിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കാരണം കൂടെയുണ്ട്. അങ്ങനെ ജലജ അന്ന് സ്വന്തം കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി അനന്തപുരിയിൽ വെച്ചുണ്ടാക്കിയ ആ വലിയ കൊടുംചതിയുടെ കഥയറിഞ്ഞ് എല്ലാവരും അവസാനം തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഇന്നത്തെ റിവ്യൂവിൽ കാണാം. അങ്ങനെ ഇത്രയും കാലം ജലജ കാത്തു സൂക്ഷിച്ച ആ വലിയ കള്ളത്തരം ഇപ്പൊ നമ്മുടെ ആദർശ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാ കെണികളും ഒരുക്കിയത് ജലജയാണെന്നും ആദർശൻ ഇപ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ജലജയാകട്ടെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള ഭാവത്തിൽ ഇപ്പോഴും അനന്തപുരിയിൽ സർവ്വസുഖങ്ങളോടെയും ജീവിക്കുകയാണ്. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് തല്ലും അപമാനവും വാങ്ങി തറവാടിന് പുറത്തു പോയതോ നാഗേന്ദ്രൻ. ഏതായാലും നാഗേന്ദ്രൻ ഒരു പാവമാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ആദർശിന്റെ മനസ്സിൽ അദ്ദേഹത്തോട് വലിയൊരു സഹതാപമാണ് തോന്നുന്നത്. മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരുടെയും ശാപവാക്കുകളും പരിഹാസങ്ങളും വന്ന് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നു. എന്നാൽ ജ്വല്ലറിയിലെ പഴയ പണിക്കാരനായ ശങ്കരേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ആദർശിന്റെ മനസ്സിൽ വലിയ സംശയങ്ങൾ പുകയുകയായിരുന്നു. അപ്പച്ചിയും അബിയും ചെയ്ത എത്രയോ വലിയ തെറ്റുകൾ മുത്തശ്ശൻ പുറത്തിട്ടും എന്തുകൊണ്ടാണ് അന്ന് നാഗേന്ദ്രൻ അങ്കിളിനോട് മാത്രം മുത്തശ്ശൻ ഒട്ടും ക്ഷമിക്കാതെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് എന്ന ചോദ്യം ആദർശിനെ അലട്ടുകയാണ്. പിന്നീട് മുത്തശ്ശനോട് ചോദിച്ചും പഴയ ചില കാര്യങ്ങൾ തിരക്കിയും ആദർശ വലിയ രഹസ്യം ചുരുളഴിക്കുന്നു. അന്ന് വെറും ഒരു മാലമോഷണത്തിന്റെ പേരിൽ മാത്രമല്ല മുത്തശ്ശൻ നാഗേന്ദ്രനെ അടിച്ചിറക്കിയത്, മറിച്ച് ജലജ അന്ന് മുത്തശ്ശന്റെ മുന്നിൽ വെച്ചുണ്ടാക്കിയ വൻ കള്ളക്കഥകൾ കൊണ്ടായിരുന്നു. അന്ന് ജലജയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് നാഗേന്ദ്രൻ ആ കുറ്റങ്ങളെല്ലാം സ്വന്തം തലയിൽ ഏറ്റെടുത്തത്. എന്നാൽ ആ ദേഷ്യത്തിനിടയിൽ മുത്തശ്ശൻ നാഗേന്ദ്രന് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ പോലും അന്ന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ മനസ്സ് തകർന്ന് കണ്ണീരോടെയാണ് നാഗേന്ദ്രൻ അന്ന് ആ വീടിന്റെ പടിയിറങ്ങിയത്. ആരും തന്റെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ നാഗേന്ദ്രൻ അന്ന് ആ സത്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൂടാതെ തന്നെ ചതിച്ച ഭാര്യ ജലജയോടും അനന്തപുരി തറവാടിനോടും വലിയൊരു ശത്രുതയും അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി തുടങ്ങി. ഒരു നല്ല മനുഷ്യനെ ക്രൂരനായ ശത്രുവാക്കി മാറ്റിയത് ജലജയുടെ സ്വാർത്ഥത മാത്രമാണ്. അങ്ങനെ എല്ലാ തരത്തിലും തോറ്റുപോയ അവസ്ഥയിൽ ഒന്നുമില്ലാത്തവനായി നാഗേന്ദ്രൻ ദുബായിലേക്ക് കടക്കുകയും അവിടെ ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തന്റെ സത്യസന്ധതയും സ്വർണ്ണ ബിസിനസ്സിലുള്ള പരിചയ സമ്പത്തും കൊണ്ട് ജ്വല്ലറി ഉടമയുടെ വിശ്വസ്തനായ കൂട്ടുകാരനായി അയാൾ മാറി. പക്ഷെ അവിടെ നിന്നും ചതിയുടെയും വെട്ടിപ്പിന്റെയും അതേ മാർഗത്തിലൂടെ പടിപടിയായി ഉയർന്ന നാഗേന്ദ്രൻ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വന്തമായി ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. തനിക്ക് നേരിട്ട അപമാനങ്ങൾക്കും വേദനകൾക്കും അതേ നാണയത്തിൽ തിരിച്ചു മറുപടി നൽകണമെന്ന ഒരൊറ്റ വാശി മാത്രമാണ് ഇപ്പോൾ നാഗേന്ദ്രന്റെ മനസ്സിലുള്ളത്. എന്നാൽ അനന്തമൂർത്തിയേക്കാൾ കൂടുതൽ നാഗേന്ദ്രന് പകയും വെറുപ്പും ഉള്ളത് സ്വന്തം ഭാര്യയായ ജലജയോട് തന്നെയാണ്. തന്നെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്ത മുത്തശ്ശനെയും തന്നെ ചതിച്ച ജലജയെയും അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടാൻ നാഗേന്ദ്രൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും താൻ ഈ സത്യങ്ങളെല്ലാം മുത്തശ്ശനെ ബോധ്യപ്പെടുത്തുമെന്നും അന്ന് ആ മാലയുടെ കേസിന് പിന്നിൽ പ്രവർത്തിച്ച ജലജയുടെ മുഖംമൂടി അഴിക്കണമെന്നും ആദർശ് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ താൻ കണ്ടെത്തിയ ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ആദർശ് വീട്ടിൽ പറയുന്നതിന് മുമ്പ് തന്നെ നേരെ ജലജയുടെ അടുത്തേക്കാണ് പോകുന്നത്. ജലജയെ തനിച്ച് കിട്ടുന്ന ഒരു സമയത്ത് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞ് ആദർശ് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അന്ന് നാഗേന്ദ്രനെ ചതിക്കാൻ വേണ്ടി അപ്പച്ചി ചെയ്ത എല്ലാ കുട്ടിബുദ്ധികളും തനിക്ക് മനസ്സിലായെന്ന് ആദർശ് മുഖത്ത് നോക്കി തന്നെ പറയുന്നു. ശങ്കരേട്ടൻ വഴിയാണ് താൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതെന്നും ഒറിജിനൽ മാല മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചത് അപ്പച്ചിയാണെന്നും നാഗേന്ദ്രൻ ഇതിന് പിന്നിൽ ഒരു പങ്കുമില്ലെന്നും അവൻ തുറന്നടിക്കുകയാണ് ജലജയുടെ മുഖത്ത് നോക്കി തന്നെ. പെട്ടെന്ന് ജലജയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആകെ ഭയന്ന് വിറക്കുകയും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കുറെ നുണകൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ ആദർശ് അവരുടെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചെടുക്കിക്കൊണ്ട് തെളിവുകൾ നിരത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയൊരു രക്ഷപ്പെടൽ അപ്പച്ചിക്ക് അത്ര എളുപ്പമാകില്ലെന്നും അവൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രം എല്ലാ കുറ്റങ്ങളും സ്വന്തം തലയിൽ ഏറ്റെടുത്ത് നാണം കെട്ട് പടിയിറങ്ങിപ്പോയ നാഗേന്ദ്രൻ അങ്കിളിന്റെ അവസ്ഥ ഓർത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു കുറ്റബോധവും ഇല്ലേ എന്ന് ആദർശ് ദേഷ്യത്തോടെ ചോദിക്കുന്നു. തറവാട്ടിലെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ ആ പാവ മനുഷ്യൻ അനുഭവിച്ചിരുന്ന നരകം അപ്പച്ചി കണ്ടിരുന്നോ എന്നും ആദർശ് ചോദിക്കുന്നുണ്ട്. ആദർശിന്റെ ഓരോ ചോദ്യവും ജലജയുടെ നെഞ്ചിലേക്കാണ് വന്ന് തറയ്ക്കുന്നത്. ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും ഒരു കുറ്റവും ചെയ്യാത്തവളെ പോലെ ഈ അനന്തപുരിയിൽ ജീവിക്കാൻ അപ്പച്ചിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ജലജ ശരിക്കും വിയർക്കുകയാണ്. അന്ന് അപ്പച്ചിയുടെ കള്ളക്കണ്ണീരിൽ വീണതുകൊണ്ടാണ് നാഗേന്ദ്രൻ അങ്കിൾ മുത്തശ്ശന്റെ മുന്നിൽ സ്വയം കുറ്റമേറ്റതും എല്ലാവരുടെയും കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയതും. പാവം ഒരു നല്ല മനുഷ്യനെയാണല്ലോ നിങ്ങൾ നശിപ്പിച്ചത്. അന്ന് ജയനും അജയനും മുത്തശ്ശനും ചേർന്ന് അദ്ദേഹത്തെ മാനസികമായി ഉപദ്രവിച്ച് ജ്വല്ലറിൽ നിന്നും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ അപ്പച്ചി അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നുവെന്ന് ആദർശ് കുറ്റപ്പെടുത്തുന്നു. കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുത്തശ്ശൻ അറിഞ്ഞാൽ
എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തു നോക്കാനും അവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആദർശിന്റെ ഈ വാക്കുകളെല്ലാം കേട്ട് ജലജയുടെ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ഈ സത്യങ്ങൾ ഇപ്പോൾ താൻ വീട്ടിൽ ആരോടും പറയുന്നില്ലെന്നും എന്നാൽ അപ്പച്ചിയുടെ ഈ മുഖംമൂടി അധികകാലം മുന്നോട്ട് പോകാൻ താൻ അനുവദിക്കില്ലെന്നും ആദർശ് ഉറപ്പിച്ചു പറയുന്നു. തക്കതായ സമയത്ത് മുത്തച്ഛന്റെയും അച്ഛന്റെയും മുന്നിൽ അപ്പച്ചിയുടെ തനിനിറം താൻ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആദർശ് അവിടെ നിന്നും പോകുന്നത്. തന്നോട് ജലജ ചെയ്ത ആ വഞ്ചനയ്ക്ക് അതേ നാണയത്തിൽ തന്നെ കണക്ക് ചോദിക്കുമെന്ന ഉറച്ച വൈരാഗ്യത്തിലാണ് നാഗേന്ദ്രനും ഇപ്പോൾ ജീവിക്കുന്നത്. താൻ അനുഭവിച്ച ഓരോ വേദനയ്ക്കും അപമാനത്തിനും അക്കമിട്ട് പകരം ചോദിക്കാനും ഇത്രയും കാലം അനാഥനെ പോലെ അലഞ്ഞ് തന്റെ കണ്ണീരിന്റെ വില അവരെ ബോധ്യപ്പെടുത്താനും അയാൾ സന്ദർഭങ്ങൾ ഒരുക്കുകയാണ്. തന്റെ മക്കളെ പോലും ഒരു നോക്ക് കാണാൻ അനുവദിക്കാതെ അവരെ ഉപേക്ഷിച്ചു പോയ ഒരു ക്രൂരനായ പിതാവാണ് താനെന്ന് വരുത്തി തീർത്ത ജലജയോട് അയാൾക്ക് ഒടുക്കത്തെ പകയാണ്. മക്കളെ ചതിച്ചതും വഴിയിൽ ഉപേക്ഷിച്ചതും താനല്ല എന്നുള്ള സത്യം അവരെ ബോധ്യപ്പെടുത്തി ജലജയുടെ കൈകളിൽ നിന്നും അവരെ തിരിച്ചു പിടിക്കുക എന്നതാണ് നാഗേന്ദ്രന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണ് തന്റെ മകൾ അവന്തിക ഉപരിപഠനത്തിനായി അയർലൻഡിലേക്ക് പോയ വിവരം നാഗേന്ദ്രൻ അറിയുന്നതും അവളുമായി രഹസ്യമായി ബന്ധം സ്ഥാപിക്കുന്നതും. ജലജയുടെ ക്രൂരതകളും കള്ളത്തരങ്ങളും അവൾക്ക് പറഞ്ഞുകൊടുത്ത് അവന്തിക അയാൾ തന്റെ ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ അനന്തപുരിയുടെ തകർച്ചയ്ക്കുള്ള ആദ്യത്തെ കരുവായി നാഗേന്ദ്രൻ മാറ്റിയത് സ്വന്തം മകളെ തന്നെയാണ്. പിന്നീട് നാട്ടിൽ പുതുതായി തുടങ്ങിയ AN ജ്വല്ലറിയുടെ മാനേജറായി അഭിയെ നിയമിച്ചുകൊണ്ട് അവനെയും നാഗേന്ദ്രൻ തന്റെ കസ്റ്റഡിയിലാക്കി. ഏതായാലും ജ്വല്ലറിയിലെ പഴയ പണിക്കാരനായ ശങ്കരേട്ടനിൽ നിന്നും നാഗേന്ദ്രന്റെ നിരപരാധിത്വത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ആദർശ് ആദ്യമൊക്കെ അത് മനസ്സിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ബാക്കി രഹസ്യങ്ങൾ കൂടെ അറിഞ്ഞിട്ട് എല്ലാവരിലേക്കും എത്തിക്കാമെന്നായിരുന്നു ആദർശിന്റെ കണക്കുകൂട്ടൽ. പക്ഷെ ഒരു ഘട്ടത്തിൽ താൻ കേട്ട അവിശ്വസനീയമായ ആ സത്യങ്ങളെല്ലാം ആദർശ് നയനയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. കേട്ട വിവരങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ നയനയുടെ കൈകാലുകൾ വിറയ്ക്കുകയായിരുന്നു. നമ്മുടെ ജലജപ്പച്ചി ഇത്രയും വലിയൊരു ചതിയെത്തിയായിരുന്നു പാവം നാഗേന്ദ്രൻ അങ്കിൾ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇത്രയും കാലം വഴിയാധാരമായത് എന്ന് പറഞ്ഞ് നയനയും ആദർശും ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഈ സത്യം വീട്ടിലിപ്പോൾ ആരോടും പറയണ്ടെന്നും ആദ്യം നമുക്ക് നാഗേന്ദ്രൻ അങ്കിളിനെ നേരിട്ട് പോയി കാണാമെന്നും അവരങ്ങനെ തീരുമാനിക്കുകയാണ്. അതിനുശേഷം ആദർശ് ആരും അറിയാതെ നാഗേന്ദ്രന്റെ ബിസിനസ് സാമ്രാജ്യത്തിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണ്. തറവാട്ടുകാർക്ക് വേണ്ടി നാഗേന്ദ്രന്റെ കൈകൾ പിടിച്ച് ആദർശ് കണ്ണീരോടെ മാപ്പ് ചോദിക്കുന്നു. ആദർശിന്റെ ആത്മാർത്ഥത കണ്ട് നാഗേന്ദ്രന്റെ കഠിനമായ മനസ്സും ഒന്ന് ഒരുക്കിപ്പോയി കാണും. അന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ പകരമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 23 വർഷങ്ങൾ തിരിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല. എങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ആദർശ് അയാളോട് പറയുകയാണ്. ആദർശിന്റെ വാക്കുകൾ കേട്ട നാഗേന്ദ്രൻ, എനിക്ക് അനന്തപുരിയോട് ഇപ്പോഴും ദേഷ്യമുണ്ട് ആദർശ്, എങ്കിലും അനുയോജ്യമായ ഒരു സമയം വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ഉറപ്പ് നൽകുന്നു. ആ വരവ് വെറുമൊരു വരവായിരിക്കില്ല, ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരിക്കുമെന്നും നാഗേന്ദ്രൻ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ അനന്തപുരി തറവാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് വലിയൊരു ലക്ഷ്മി നാരായണ പൂജ നടത്തുന്ന ദിവസമെത്തി. തറവാട്ടിലെ സകല ബന്ധുക്കളും നാട്ടുകാരും ഒത്തുകൂടിയ ജലജ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ആ വേദിയിലാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കിടയിലേക്ക് ഒരു ആഡംബര കാർ വന്ന് ഇറങ്ങുകയാണ്. പൂജയുടെ മധ്യത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ചതിയനെന്ന് വിളിച്ച് തറവാട്ടിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെട്ട അതേ നാഗേന്ദ്രൻ അതീവ ഗാംഭീര്യത്തോടെ നടന്നു വരുന്നു. നാഗേന്ദ്രനെ കണ്ടതും ജലജയുടെ കയ്യിലിരുന്ന പൂജാതാലം നിലത്ത് വീണ് ചിതറുകയും ജലജ മരണഭയത്തോടെ വിറയ്ക്കുകയും ചെയ്യുകയാണ്. നാഗേന്ദ്രന്റെ ആ മാസ് എൻട്രി കണ്ട് മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നുപോയി. മുത്തശ്ശൻ ദേഷ്യത്തോടെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നാഗേന്ദ്രൻ ജലജയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഗർജിക്കുകയാണ്. ഇത്രയും കാലം ഒരു ചതിയന്റെ ഭാര്യ എന്ന ലേബലിൽ നീ ഇവിടെ സുഖിച്ച് ജീവിച്ചില്ലേ ജലജെ? അന്ന് ആ നെക്ലേസ് മോഷ്ടിച്ച് ലോക്കറിൽ ഒളിപ്പിച്ചത് നീയല്ലേ എന്ന് നാഗേന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറയുന്നു. എന്നാൽ ആ ഞെട്ടിക്കുന്ന സത്യം കേട്ടതോടെ മുത്തശ്ശൻ അക്ഷരാർത്ഥത്തിൽ തരിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് ജലജയാണെങ്കിൽ ഇതൊരു കള്ളക്കഥയാണെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയെങ്കിലും ആദർശ് ശങ്കരേട്ടനെയും ബാങ്ക് മാനേജറെയും സാക്ഷികളായി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അവർ കൊണ്ടുവന്ന പഴയ ബാങ്ക് രേഖകളും തെളിവുകളും മുത്തശ്ശന്റെ കൈകളിലേക്ക് ആദർശ് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇനിയൊരു നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ജലജയ്ക്ക് ഒരു വഴി പോലും ഇല്ലായിരുന്നു. തന്റെ മകൾ അവന്തികയും മകൻ അഭിയും കൂടെ അച്ഛന്റെ വശത്തേക്ക് മാറി നിന്ന് അമ്മയുടെ കള്ളത്തരങ്ങൾ തങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സ്വന്തം മക്കള് പോലും തന്നെ തള്ളി പറഞ്ഞതോടെ ജലജ തറവാട്ടുകാരുടെ മുന്നിൽ അപ്പാടെ ഒറ്റപ്പെട്ടു പോയി. ശരിക്കും തകർന്നു പോവുകയാണ് ജലജ. എന്നാൽ ഇനിയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ജലജയുടെ സകല അഹങ്കാരവും തവിട് പൊടിയാക്കിക്കൊണ്ട് ആ പൂജാ പന്തലിനെ നിശബ്ദമാക്കിയ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടെ നാഗേന്ദ്രൻ അവിടെ നടത്തുകയാണ്. ജലജയുടെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് നാഗേന്ദ്രൻ അവിടെ തുറന്നിട്ടത്. ഇവളുടെ വഴിവിട്ട അവിഹിത ബന്ധം ഞാൻ ചോദ്യം ചെയ്തതുകൊണ്ടാണെന്ന് നാഗേന്ദ്രൻ വിളിച്ചു പറയുന്നു. അഭി ജനിച്ച സമയത്ത് ജലജ തന്റെ പഴയ ക്ലാസ്മേറ്റ് ആയ ഒരാളുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്ന കഥയും
അയാളിൽ ജലജയ്ക്ക് ജനിച്ച കുഞ്ഞാണ് അവന്തികയെന്നുള്ള രഹസ്യവും നാഗേന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നടിക്കുകയാണ്. ആ ഞെട്ടിക്കുന്ന സത്യം കൂടെ കേട്ടതോടെ ഇത്രയും കാലം ജലജയെ അന്ധമായി വിശ്വസിച്ച മുത്തശ്ശൻ ശരിക്കും തകർന്നു പോവുകയാണ്. നീ അവനുമായി ബന്ധം പുലർത്തുന്ന സമയത്താണല്ലോ ഗർഭിണിയായത്. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണോ അതോ നിന്റെ കാമുകനാണോ എന്ന് ഞാൻ അന്ന് ചോദിച്ചത്. ആ ഒരു കള്ളത്തരം കൂടെ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചാണ് സ്വർണത്തിന്റെ പേരിലും എന്നെ കുറ്റാരോപിതനാക്കിക്കൊണ്ട് നീ അന്ന് നാടകം കളിച്ച് എന്നെ പുറത്താക്കിയത്. ഏതായാലും സത്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴേക്കും എല്ലാവർക്കും ജലജയോടുള്ള വെറുപ്പ് ഇരട്ടിക്കുകയാണ് ചെയ്തത്. അന്നും ഇന്നും അപ്പച്ചിയുടെ മനസ്സിൽ ദുഷ്ടത മാത്രമാണുള്ളതെന്നും സ്വന്തം ഭർത്താവിനെ പോലും ചതിച്ചു പുറത്താക്കിയ ഈ സ്ത്രീയെയാണല്ലോ നമ്മൾ ഇത്രയും കാലം പൂജിച്ച് തറവാട്ടിലിരുത്തിയതെന്ന് ആദർശ് ദേഷ്യത്തോടെ പറയുന്നു. അഭിയുടെ സ്വഭാവം ഇത്രയ്ക്ക് മോശമാകാൻ കാരണം ജലജയുടെ കൂടെ വളർന്നതുകൊണ്ടാണെന്നും ചതിയും വഞ്ചനയും അവരുടെ രക്തത്തിലുള്ളതാണെന്നും അവൻ തുറന്നടിക്കുന്നു. വീട്ടിലുള്ളവരെല്ലാവരും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് മരവിച്ചു നിൽക്കുകയാണ്. ഒന്ന് ആദർശ് പറയുന്നുണ്ട് അനന്തമൂർത്തിയോട്, മുത്തശ്ശ, നാഗേന്ദ്രൻ അങ്കിൾ നമ്മൾ വിചാരിച്ചതുപോലെ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അപ്പച്ചി ചെയ്ത തെറ്റുകളെല്ലാം അയാൾ സ്വന്തം തലയിൽ ഏൽക്കുകയായിരുന്നു. അന്ന് ആ മനുഷ്യന് പറയാനുള്ളത് കേൾക്കാൻ മുത്തശ്ശൻ അല്പമെങ്കിലും മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഈ സത്യങ്ങൾ അന്ന് തന്നെ വെളിച്ചത്ത് വരുമായിരുന്നു. അപ്പച്ചി ചെയ്ത വലിയൊരു തെറ്റ് കാരണം സ്വന്തം മക്കളെ പോലും കാണാൻ കഴിയാത്ത നീണ്ട 23 വർഷങ്ങളാണ് ആ മനുഷ്യന് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ ആ വേദന നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് മുത്തശ്ശ. ആദർശ് ഇങ്ങനെ പറയുമ്പോഴേക്കും വീട്ടിലുള്ളവർക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ആ സമയത്ത് ജയനും ആദർശിനൊപ്പം ചേർന്ന്, അതെ അച്ഛ, ജലജ എപ്പോഴും സ്വന്തം കാര്യമേ നോക്കാറുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം തകർന്നാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം കേട്ട് മുത്തശ്ശനാകെ തകർന്നു പോയ അവസ്ഥയിലാണ്. അന്ന് നാഗേന്ദ്രൻ തന്നോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ കേൾക്കാതെ അദ്ദേഹത്തിന് ഒരൊറ്റ അവസരം പോലും കൊടുക്കാതെ ഇറക്കിവിട്ട തന്റെ പിടിവാശിയെ ഓർത്ത് മുത്തശ്ശൻ ഇപ്പോൾ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുകയാണ്. എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് ദേവയാനി ഇടപെടുകയും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി പഴങ്കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നാഗേന്ദ്രനെ എത്രയും പെട്ടെന്ന് തിരികെ വിളിക്കുകയാണ് വേണ്ടതെന്ന് ദേവയാനി ഉറപ്പിച്ചു പറയുന്നു. തങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകൾക്ക് ആ മനുഷ്യനോട് കൈകൂപ്പി മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഈ പാപത്തിനൊരു പരിഹാരമാകൂ എന്ന് ദേവയാനി വ്യക്തമാക്കുന്നു. എല്ലാത്തിനും കാരണക്കാരിയായ ജലജയെയാണ് ഇനി ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കേണ്ടതെന്നും ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഒളിച്ചു വയ്ക്കാൻ ഇവൾക്ക് എങ്ങനെ സാധിച്ചുവെന്നും ദേവയാനി ചോദിക്കുകയാണ്. അന്ന് ആ ഒറിജിനൽ നെക്ലേസ് ലോക്കറിൽ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിട്ട് യാതൊരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരനാക്കുകയാണ് ജലജ ചെയ്തത്. അച്ഛൻ അയാളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമ്പോൾ പോലും തന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണെന്നോ തന്റെ മകന്റെ അച്ഛനാണെന്നോ ഉള്ള ഒരു കരുണ പോലും നിന്റെ മനസ്സിൽ തോന്നിയില്ലല്ലോ, നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്ന് ചോദിച്ച് ദേവയാനി ജലജയുടെ മുഖംമൂടി വലിച്ചു കീറുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും ദേവയാനിയെ പിന്തുണച്ചുകൊണ്ട്, അതെ, അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ, സ്വന്തം മക്കളോടോ അവൾക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ല എന്ന് കട്ടായം പറയുകയാണ്. മുത്തശ്ശന്റെ ഈ വാക്കുകൾ ജലജയുടെ നെഞ്ചിൽ തുളച്ചു കയറുന്നവയായിരുന്നു. പണത്തിനോടും സ്വർണത്തോടുമുള്ള ആർത്തി മാത്രമാണ് ജലജയെ നയിക്കുന്നതെന്നും അതേ തെറ്റായ വഴിയിലൂടെയാണ് അവൾ മക്കളെയും വളർത്തിയതെന്നും മുത്തശ്ശൻ കുറ്റപ്പെടുത്തുകയാണ്. അന്ന് നാഗേന്ദ്രൻ ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അഭിയും അവന്തികയും ഒരിക്കലും ഈ രീതിയിൽ ചതിയും വഞ്ചനയും പഠിക്കില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് അയാളെ മനഃപൂർവ്വം അവൾ പുറത്താക്കിയതെന്നും മുത്തശ്ശൻ തിരിച്ചറിയുകയാണ്. അതിനുശേഷം തറവാട്ടിലെത്തിയ നാഗേന്ദ്രനോട് മുത്തശ്ശൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയും അന്ന് പറ്റിപ്പോയത് ഒരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. തന്റെ മക്കൾ അമ്മയറിയാതെ തന്നെ രഹസ്യമായി വന്ന് തന്നെ പിന്തുണച്ചതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് നാഗേന്ദ്രനും അഭിമാനത്തോടെ പറയുന്നു. ഇത് കേൾക്കുന്നതോടെ മുത്തശ്ശിയും ജയനും അജയനും എല്ലാം നാഗേന്ദ്രന്റെ അരികിലെത്തി കൈകൾ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ്. ചെയ്തുപോയ അവിവേകത്തിന് ആ കുടുംബം മുഴുവൻ ഇപ്പോൾ നാഗേന്ദ്രന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നു. ഇതേ സമയം ഇത്രയും വലിയ ചതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജലജയെ ആ തറവാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ മുത്തശ്ശൻ ആജ്ഞാപിക്കുകയാണ്. അനന്തപുരിയിലെ സകല പ്രശ്നങ്ങളുടെയും വേരെറുക്കാൻ മുത്തശ്ശൻ ഒടുവിൽ തയ്യാറായി. അഭിയെയും അവന്തികയും തെറ്റായ വഴിക്ക് നയിച്ചതും അവരെ കൊണ്ട് ദ്രോഹങ്ങൾ ചെയ്യിച്ചതും ജലജയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. നിനക്ക് ഇവിടെ ഒരു കുറവുമില്ലാതെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ വളർത്തിയത്, എന്നിട്ടും നിന്റെ മനസ്സിലെ ആർത്തി ഒടുങ്ങിയില്ലല്ലോ എന്ന് മുത്തശ്ശൻ ജലജയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും പോരാഞ്ഞിട്ടാണ് ജലജ ഈ വൻ ചതിക്ക് മുതിർന്നത്. നീ ആഗ്രഹിച്ചതൊന്നും ഇനി നിനക്ക് കിട്ടില്ല ജലജ. നിന്റെ ഭർത്താവും മക്കളും ബന്ധുക്കളും എല്ലാം നിന്നെ കൈവിട്ട് കഴിഞ്ഞു. ഇനി നീ അനാഥയായി ജീവിക്കെന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് അവിടെ വച്ച്. അങ്ങനെ സർവ്വതം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായതോടെ ജലജ അലറിക്കരഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കാൻ തുടങ്ങുകയാണ്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ജലജ ഒടുവിൽ മണ്ണിൽ വീണ് ദയനീയമായി യാചിക്കുന്നു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല, എന്നെ ഈ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ എന്ന് ജലജ കരഞ്ഞു പറയുന്നു. തനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ലെന്നും താൻ ചെയ്തതെല്ലാം തെറ്റായി പോയെന്നും പറഞ്ഞ് അവൾ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്.